പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അവിടെ ഒരു തൃശ്ശൂരിൽ തന്നെ ഒരു ലോക്കൽ ചാനലിൽ ന്യൂസ് റീഡർ ആയിരുന്നു, ഞാൻ ആങ്കർ ആയിരുന്നു. അപ്പോൾ കോളേജ് കഴിഞ്ഞ് നേരെ ന്യൂസ് റീഡിങ്ങിന് വേണ്ടി പോകുമായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കോളേജിൽ എല്ലാവിധ കോമ്പറ്റീഷനുകളിലും ഞാൻ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ നമുക്കതിന് പ്രൈസ് കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ മലയാളത്തിൻ്റെതായിട്ടുള്ള എല്ലാ കോമ്പറ്റീഷനുകളിലും ഞാൻ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ജോലി കിട്ടി. പിന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പോകേണ്ടി വന്നു. ആദ്യത്തെ ബാങ്കിലായിരുന്നപ്പോൾ ആദ്യത്തെ പോസ്റ്റിംഗ് ഹൈദരാബാദ് ആയിരുന്നു, പിന്നെ ഗുൽബർഗ, അങ്ങനെ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലേക്ക് എനിക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. അപ്പോഴൊക്കെ അതും ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ആ സമയത്തും ബിസി ആയിരുന്നു. അതിനുശേഷം പിന്നെ അപ്പോഴും കോമ്പറ്റീഷനുകളിൽ എഴുതുമായിരുന്നു. അല്ലെങ്കിൽ 2 തവണ സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് നടത്തിയ മികച്ച യുവ എഴുത്തുകാരുടെ സെഷനിലേക്ക് ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ബിസി ആയിരുന്നു. അതിനുശേഷം പിന്നെ ഗവൺമെന്റ് സർവീസിൽ ജോലിക്ക് കയറി, അപ്പോഴും ബിസി ആയിരുന്നു. അതിനുശേഷം ലീവ് എടുത്ത് 2 ബുക്ക് എഴുതി, പിന്നെ റിയാലിറ്റി ഷോയിൽ വന്നു, അപ്പോഴും ബിസി ആയിരുന്നു. പിന്നെ അതിനുശേഷം ഇങ്ങനെ ഓരോരോ പ്രോഗ്രാമുകളും അതുപോലെ സെഷൻസും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പോഴും ബിസിയാണ്. എല്ലായ്പ്പോഴും ബിസി ആയിട്ടിരിക്കാനാണ് എനിക്ക് ഇഷ്ടം. ഭാഷ എത്രത്തോളം ഇഷ്ടപ്പെടുന്നതല്ലേ, അതാണ് റിയാലിറ്റി ഷോയിൽ വന്നിട്ട് എല്ലാം മലയാളത്തിലാക്കിയത്. സുപ്രഭാതം, ബിഗ് ബോസ് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും നമ്മളൊരു എഴുത്തുകാരനാവുമ്പോൾ, ഞാൻ ബിഗ് ബോസിന് പോകുന്നതിന് തൊട്ട് മുൻപാണ് ഈ നോവൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നമ്മുടെ ഒരു തോട്ട് പ്രോസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഈ ഒരു നോവലിന്റെ പശ്ചാത്തലങ്ങളും അതുപോലെ തന്നെ മലയാളത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മുടെ മെമ്മറിയിൽ മുഴുവൻ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ബിഗ് ബോസിലേക്ക് നമുക്കൊരു എൻട്രി കിട്ടുമ്പോൾ ഞാൻ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. മലയാള ഭാഷയെ പ്രൊമോട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മലയാളത്തിന്റെ ചില കാര്യങ്ങൾ അടുത്തൊരു ജനറേഷന്, അല്ലെങ്കിൽ അതൊരു വാർത്തയാക്കേണ്ടത്, ചർച്ചയാക്കേണ്ടത്, അതെന്റെ ഒരു ഉത്തരവാദിത്തമാണ്. ഞാനൊരു എഴുത്തുകാരനായിട്ട് കൂടെ ഞാനത് ചെയ്തില്ലെങ്കിലാണ് അത് പ്രശ്നം. ഹൗസിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇല്ലെന്നേ ഞാൻ പറയുള്ളൂ. കുറെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ മലയാളത്തിന്റെ ഈ സുപ്രഭാതം എന്ന് പറയുന്ന വാക്ക് നമ്മളിപ്പോ ഒരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളുടെ അടുത്തേക്കൊക്കെ പോകുമ്പോ അവര് പറയുന്ന ഒരു കാര്യമാണ് സുപ്രഭാതം എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെ ഒരു മാറ്റാണ്. എന്നെ പോലുള്ള ഒരാൾക്ക് അങ്ങനെയുള്ള ചില മാറ്റങ്ങൾ മാത്രമാണ് ഇനിഷ്യലി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. മലയാളത്തിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാഴ്ചക്കാരിലേക്ക് എത്തിക്കാൻ പറ്റി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എഴുത്ത ജീവിതം തുടരുകയാണ് രണ്ടാമത്തെ പുസ്തകം. നമ്മള് പുസ്തക പ്രകാശനം കൂടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ച് തന്നെ പോകണം. അപ്പോൾ എഴുത്ത ജീവിതം മുന്നോട്ട് പോവുകയാണ്. അടുത്ത തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പലപ്പോഴും പറയാനുണ്ട്, ഈ ഒരു ഭയങ്കര വൈഡായിട്ടുള്ള ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നൊരു ഷോ തന്നെയാണ്. ഒരുപാട് ആരാധകരുണ്ട്, ഒരുപാട് പേർ കാണുന്നുണ്ട്, അതിനോട് ചേർന്ന് നിൽക്കുന്നവരുണ്ട്, വിമർശനം അറിയിക്കുന്നവരുണ്ട്. അപ്പോൾ അത്രത്തോളം വലിയൊരു ഓഡിയൻസ് ഉണ്ട് ബിഗ് ബോസ് എന്നൊരു റിയാലിറ്റി ഷോയ്ക്ക്. അതിൽ നിന്നും ഫെയിം ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരാളാണ് അനീഷ്. ഇനി എഴുത്തിന്റെ പാതയിലേക്കാണോ പോകുന്നത്? സ്വാഭാവികമായിട്ടും ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഷോയാണ് ബിഗ് ബോസ് എന്നുള്ളത്. ഒരു സമയം കഴിയുമ്പോൾ ആ അനുഭവക്കുറിപ്പുകളും വരുമോ? ഇതൊരു ടഫായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പൊ ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. എങ്കിലും ഭാവിയിൽ അങ്ങനെ ഒരു എന്തായാലും നമ്മളുടെ അനുഭവങ്ങൾ എഴുതേണ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു ജീവിതത്തിൽ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവാണ് ബിഗ് ബോസ് എന്ന ഒരു ഷോ. അപ്പൊ അതിനെക്കുറിച്ച് പരാമർശിക്കാതെ എൻ്റെ ഒരു ജീവിതം കംപ്ലീറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ നിലവിൽ അങ്ങനത്തെ ഒരു കാര്യത്തെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. എന്തായാലും ഈ ഇതുവരെയുള്ള സീസൺ എല്ലാം കണ്ട ഒരാളാണ് ഞാൻ. സ്വാഭാവികമായിട്ടും അത്രത്തോളം അടുത്ത് വലിയ ഫാനായിട്ടൊന്നും പോകുന്ന ഒരാളല്ല. പലപ്പോഴും ഒരാളെ കിട്ടിയാൽ ചോദിക്കണം എന്ന് ഞാൻ വിചാരിച്ചൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഈ വലിയ ഒച്ചപ്പാടും ബഹളം, അല്ലെങ്കിൽ ഈ അടിയും വഴക്കും ബഹളം അല്ലാണ്ട് വേറെ ഒരു കണ്ടന്റ് അതിനകത്ത് ഇറക്കാൻ പറ്റുകയില്ലേ? കാരണം നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ഇരിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത നിമിഷം അവിടെ അടി പൊട്ടും, ഒരു ബോംബ് ഇട്ടിരിക്കും ആരാണെങ്കിലും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കളയിലൊക്കെ ചെന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അമ്മാതിരി അടിയാണ്. വൈറലായിട്ടൊരു ഡയലോഗില്ലേ, കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു. അതുപോലെ ഒരു വലിയ വഴക്കിൽ നിന്നാണ് വരുന്നത്. സ്വാഭാവികമായിട്ടൊരു സംശയമാണ്, ഇത് മാത്രമേ കണ്ടന്റ് ഇറക്കിയാൽ വിജയിക്കുകയുള്ളൂ, അതിനപ്പുറത്തേക്ക് പറ്റില്ലേ? അതോ നിങ്ങളെ കാണുന്ന ഓഡിയൻസ് ഇതാണ് പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ ഒരു ബോധ്യം നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഇപ്പോൾ നിങ്ങളൊരു സ്ട്രാറ്റജിയുമായിട്ട് മുന്നിലേക്ക് വരുന്നതാണ്. ഒരു ഗെയിം ഷോയാണ്, ശരിക്കും യഥാർത്ഥ ജീവിതമല്ല, ഒരു ഗെയിം ഷോയാണ്.
അപ്പൊ തുടക്കത്തിൽ അനീഷ് ആണെങ്കിൽ പോലും പലരെ ട്രിഗർ ചെയ്ത് പോകുന്ന കണ്ടിട്ടുണ്ട്. ശരിക്കും അങ്ങനെ മാത്രമേ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. ഇത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയില് നമുക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കാര്യം പറയാം. ഞാനായിരുന്നു അടുക്കളയിൽ എപ്പോഴും സവോള അരിയിലുണ്ടായിരുന്നു. അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയാ ഒരിക്കലും കണ്ണീര് വെള്ളം വരില്ല. ചില ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയില് കാലങ്ങളായിട്ട് ചില ആളുകൾ ആർട്ടിസ്റ്റുകളായിരുന്നു. അപ്പൊ അവർക്ക് പെട്ടെന്ന് അവരുടെ ഇമോഷൻസ് ക്യാമറയ്ക്ക് മുൻപിൽ കാണിക്കാനായിട്ട് പറ്റുമായിരിക്കും. ഇതെന്റെ മാത്രം ഒരു അഭിപ്രായമാണ്. ചിലപ്പോൾ പെട്ടെന്ന് നിന്ന നിൽപ്പിന് ഇമോഷൻസ് വ്യതിയാനങ്ങൾ കാണും. അങ്ങനെയൊക്കെ ഞാൻ പലപ്പോഴും എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഈ ചോദ്യത്തിന് എനിക്ക് എൻ്റെ കാര്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ. എനിക്കങ്ങനെ കൂടുതൽ നാൾ അഭിനയിച്ച് നിൽക്കാനൊന്നും അവിടെ പറ്റിയിട്ടില്ല ഒരിക്കലും. അപ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ നമ്മുടെ യഥാർത്ഥ സ്വഭാവം വെളിയിൽ വരും. അപ്പൊ പിന്നെ ഞാൻ എപ്പോഴും ഒരു എന്താ പറയാ എൻ്റെ ജീവിതം അതായത് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്ന ഇമോഷൻസ് എങ്ങനെയാണോ ആ ഇമോഷനോട് കൂടിയിട്ട് മുന്നിലോട്ട് പോവുക എന്നുള്ളൊരു കാര്യമായിരുന്നു ഞാൻ എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടന്റ് എന്നുള്ള ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് ആ ഒരു ചോദ്യം നിരാകരിക്കുകയാണ്. എൻ്റെ കാര്യത്തിൽ ഞാൻ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വളരെ ഒരു 10 ആ ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ജീവിക്കുകയായിരുന്നു. എന്താണോ എൻ്റെ ഉള്ളിലോട്ട് തോന്നുന്നത് ആ ഒരു കാര്യം എക്സ്പ്രസ് ചെയ്ത് മുന്നോട്ട് പോവായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു.